അച്ഛനിലൂടെ ഈശോ പറയായിരുന്നു എന്താണ് കാര്യം. അതായത് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നീങ്ങിയാലും നീ ദൈവത്തിൻ്റെ അനന്ത സാധ്യതയിലുള്ള വിശ്വാസത്തെ നീ എപ്പോഴും ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? നിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ മോശമായിട്ട് നീങ്ങിയാലും എന്താ കാര്യം ചെറിയോ? ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭർത്താവ് ആശുപത്രിയിലാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? പനിയുണ്ട്, അല്ലെങ്കിൽ പ്രഷർ കൂടുതലാണ്. അപ്പോൾ നേഴ്സ് പറഞ്ഞ് പ്രഷർ കൂടുതലാണ്, ഇങ്ങനെ നിന്നാൽ ശരിയാകത്തില്ല. അപ്പോൾ നിങ്ങൾ ജപമാല എടുത്തെന്ന് വിചാരിച്ചു. ജപമാല എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, ഈ ജപമാല കഴിയുമ്പോൾ പ്രഷർ നോർമലാകും, അല്ലെങ്കിൽ കുറഞ്ഞു വരും. അപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ പ്രത്യാശയോടെ നേഴ്സിൻ്റെ മുഖത്ത് നോക്കുകയാണ്. ഇപ്പം എങ്ങനെയുണ്ട് സിസ്റ്ററെ? ഇല്ല, പഴയതുപോലെ തന്നെ നിൽക്കണം. ഓ, ഞാൻ മോന്തയൊക്കെ കയറ്റി അളിഞ്ഞ മോന്ത വെക്കും. ഈ ക്രിസ്ത്യാനിയുടെയൊക്കെ മോന്ത കാണണമെങ്കിൽ അളിഞ്ഞ മോന്ത കണ്ട് ദൈവം മടുത്തിരിക്കുക. എന്താ സാധനത്തിൽ നീ കൊന്ത കയ്യിലെടുക്കുമ്പോൾ തറയും ഇത് അളിഞ്ഞ ക്രിസ്ത്യാനിയാണെന്ന് കർത്താവിന് അറിയാൻ പറ്റും. എന്താ കാര്യം? ഒരു കൊന്ത കഴിയുമ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മോന്ത അളിയും പോവും. ഇവിടെയാണ് ഈ പ്രോബ്ലം വരണത്. എൻ്റെ മക്കളെ, എൻ്റെ അതായത് ഇപ്പോഴും ഈശോ എന്നാ പറയണത്? അപ്പാ, ഈ മണിക്കൂറിലേക്കാണ് ഞാൻ വന്നത്, പക്ഷേ കാര്യം ശരി, പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കും എന്താണ്, അപ്പന് എല്ലാം സാധ്യമാണെന്ന്. ഇതാണ് ഒരു നിലപാടിൻ്റെ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ബോധമാണ്, ഒരു നിലപാടാണ്. നീ ഈ ബോധത്തെ വളരണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് ഇപ്പം അവകാശികളാണെന്ന് പറഞ്ഞില്ലേ, 8:17 നമ്മൾ പറഞ്ഞ് വായിച്ചില്ലേ റോമാലേഖനത്തിൽ, നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളുമാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഓഹരിയുള്ളതാണ്. ഈ ഓഹരിയെല്ലാം വാങ്ങിക്കുന്ന ആരാണ് ഇന്നത്തെ കാലത്ത്? ഉടമ്പടിക്കുന്നവരാണ് മേടിക്കുന്നത്. കാര്യം ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് വന്നിട്ട് 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൽ എത്ര പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് ദൈവത്തിനെ കൊണ്ടുവരണത്. അപ്പോൾ മറ്റു പ്രാർത്ഥനകൾ എന്താണെന്നൊക്കെ എനിക്കറിയാം. അതിലൂടെ എല്ലാം കെട്ടിക്കൊണ്ടിരുന്നത് അനുഗ്രഹമാണ്. ഇപ്പം എന്താ നമുക്ക് കിട്ടുന്നത്? അവകാശമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ഗ്രാവിറ്റി കൂടുതലാണ്. പിന്നെ എന്താണ്? ഇത് അടിയന്തര കാര്യങ്ങളാണ്. ഇപ്പോൾ അസാധ്യ കാര്യങ്ങളെന്ന് പറയും. അസാധ്യ കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, പിന്നെ അടിയന്തര കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അടിയന്തരമായിട്ട് നടക്കണം. ഇപ്പോൾ പെരുമ്പാവൂരത്തെ അമ്മച്ചി എന്താ പറഞ്ഞത്? എൻ്റെ മകളെ കയറ്റിവിടേക്ക് കാലണയില്ല, 8 ലക്ഷം രൂപ അടിയന്തരമായിട്ട് കിട്ടണം. അല്ല, അവരവിടെ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന കാശല്ല, അത് അടിയന്തരമാണ്. ഉടമ്പടിക്ക് വരുന്ന പ്രശ്നം എന്താ പറയണത്? ഉടമ്പടി എന്താ പറയണത്? അടിയന്തരമാണ് വിഷയം. അടിയന്തരം എന്ന് പറയുന്നത് അസാധ്യമല്ല, അസാധ്യം ഇതിനകത്തുണ്ട്, അതല്ല, അടിയന്തര കാര്യങ്ങളാണ് ഉടമ്പടി നടക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ വീഞ്ഞ് തീർന്നു പോയി, കാനായിലെ കല്യാണം, അതാണല്ലോ അതിൻ്റെ ബേസ്മെൻറ്റ്. അപ്പോൾ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ എന്താണ് അവിടെ വേണ്ടത്? വീഞ്ഞ് കുഴപ്പമില്ല, വീഞ്ഞ് തീർന്നാ സാരമില്ല, ഈ ആൾക്കാരൊക്കെ നമുക്കിനി കൊച്ചിന് ജ്ഞാനസ്ഥാനത്തിൽ വീഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവുക? ഇപ്പോൾ കല്യാണമല്ലേ, കുഴപ്പമില്ല, കുറച്ച് പേർക്കുണ്ടെ കിട്ടാതെ ഇരിക്കും. അതെല്ലാ അടിയന്തര പാട്ടും ശരിയാണ്, അങ്ങനെ വരാറുണ്ട്, തീർന്നു പോകാറുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് വിളിച്ച് അവർക്ക് വേറെ ഒരു പാർട്ടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അതല്ല, ഇത് അടിയന്തരമായിട്ട് അഭിമാനം രക്ഷിക്കേണ്ട വിഷയമാണ്. അഭിമാനം രക്ഷിക്കേണ്ട വിഷയങ്ങളെല്ലാം അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടന്നേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ എടുത്തി പറഞ്ഞ ഇതാണ്. കാശ് എവിടുന്നാണെന്ന് എനിക്കറിയത്തില്ല, പെട്ടെന്നാണ് അമ്മ അറേഞ്ച് ചെയ്തിരിക്കണമെന്ന്. അങ്ങനെ തന്നെയാണ് അവർ സാക്ഷ്യം പറയണത്. പെട്ടെന്നാണ് അടിയന്തരമായിട്ട് അറേഞ്ച് ചെയ്യും. പക്ഷേ ഈ അടിയന്തരമായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാകേണ്ടത്, ഈ ആരാണ് ഈ അവകാശം പ്രാപിക്കണത്? ഈ ആരാണ് ഈ ഉടമ്പടി എടുക്കണ എല്ലാവരും അവകാശം പ്രാപിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ കുറച്ച് താമസിച്ചാണ് പ്രാപിക്കണത്. എന്താ കാര്യത്തറിയാവോ? അത് നിലവാരത്തിൻ്റെ പ്രശ്നമാണ്. കാര്യം പൂർണ്ണബോധം വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പൂർണ്ണബോധം, ഭാഗിക ബോധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർക്ക് ഭാഗിക ബോധമേ ഉണ്ടാകത്തുള്ളൂ. കർത്താവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഭാഗികമായിരിക്കും. എന്താ അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഈശോ ഒരു അപസ്മാര രോഗിയെ ആദ്യം അപ്പോസ്തലന്മാരെല്ലാം കൂടി താബോർ മലയുടെ അടിവാരത്ത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയിരിക്കും. ഇവിടെ 9 പേര് താഴെ ഇപ്പോണ്ട്. ആ കക്ഷികളെല്ലാം കൂടി ഈ അപസ്മാര രോഗിയെ ഒന്ന് കൈകാര്യം ചെയ്യും. ഇവരെ എല്ലാം മണ്ണ് കുത്തി എറിഞ്ഞ് വായിക്ക് കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുണ്ട് അന്ത്രയോസ് ഉൾപ്പെടെ ആൾക്കാരുടെ വായിൽ മണ്ണടിച്ചിരിക്കുകയാണ് അപസ്മാര രോഗി. അപ്പോഴേ
അതിലേക്ക് അപസ്മാരത്തേക്കാൾ വലിയ അപസ്മാര രോഗിയായിട്ട് അവൻ്റെ അപ്പൻ നിൽപ്പുണ്ട് അവിടെ. അവൻ്റെ അപ്പന് കാര്യം ഈ നൊരയും പതയും കൊണ്ടുവന്നിട്ടാണ് നാട്ടുകാരുടെയൊക്കെ ഇത് വലിച്ചു കഴിച്ചാണ് വീട്ടിൽ വഴികളിലും കൂടി വലിച്ച് ഇവിടെ വലിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇവിടെ നടക്കണില്ല. അയാൾ പറയണൊരു വാക്കുണ്ട്, നിൻ്റെ ഇവൻ തീലും വെള്ളത്തിൽ വീഴുകയാണ് എപ്പോഴും. കുഞ്ഞുനാൾ പോലും ഇത് തന്നെ പരിപാടിയാണ്. ഈ പണ്ടാരം ചത്ത് കിട്ടി അത്രയും നല്ലതെന്നുള്ള ടോണിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഇനി നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറയും. മർക്കോസിൻ്റെ സുവിശേഷം 9:22. മർക്കോസ് 9:22. ശ്രുതികട്ടെ. നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. അതാണ് ഈശോയുടെ കഴിവിൽ ഈ മനുഷ്യന് ഒരു ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. ഈശോയുടെ കഴിവിലേ ഈ മനുഷ്യന് ഒരു ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. ഇത് പല അണ്ണന്മാർക്ക് വേണ്ടി പ്രശ്നം. അതുകൊണ്ടാണല്ലേ ലാഗ് ചെയ്ത് പോണത്. അതുകൊണ്ടാണ് ഈ ലാഗ് ചെയ്ത് പോണത്. വാഗ്ദാനമാണെന്ന് കണ്ടാലും കയ്യിലിരിക്കണ ആ ഫെയ്ത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അപ്ഗ്രേഡ് ചെയ്യാവുന്ന കൊണ്ടല്ല, അവരുടെ ഈ അപസ്മാര രോഗിയുടെ അപ്പനെന്ന് പറയണത് അയാൾ പറയുന്നുള്ളൂ, കുഞ്ഞുനാൾ പോലെ ഇതാണ് അവസ്ഥ. ഇവനെയും ഇവ കൊണ്ട് വളർത്തി എൻ്റെ ജീവിതം മുഴുവനും തീർന്നു. ഇനി അവസാനത്തെ ഒരു അഭയം പോലെയാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യാൻ. അപ്പോൾ ഈശോ പറയും കഴിയുമെങ്കിൽ എന്നോ എന്ന് ചോദിച്ചിട്ട് ഈശോ എന്താ പറയണത്? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനോട് കർത്താവ് എന്താ പറയണത്? 9:23 കഴിയുമെങ്കിൽ എന്നോ, എന്താണ്? വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. അപ്പോഴേ ആ മനുഷ്യൻ പറയുന്ന മറ്റൊരു വചനമുണ്ട്. എന്താണ്? കർത്താവേ എൻ്റെ അവിശ്വാസത്തെ 9:24 ഏറ്റു പറഞ്ഞേ, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ, എൻ്റെ മേൽ കനിയണമേ. അതാണ് വിഷയം അവിടുത്തെ. ഇയാൾക്ക് ഭാഗികമായൊരു ബോധ്യമാണ് ഉള്ളത്. പിടിയാ എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ താമസിക്കണത്? ഈ ഭാഗിക ബോധ്യമാണ്. എന്താണ്? അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്ന് ദൈവത്തിൻ്റെ കഴിവിൽ ഈ മനുഷ്യൻ അവിശ്വസിക്കുന്നു. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് മുൻകാല അനുഭവങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ചില വീടുകളിലൊക്കെ കുടുംബ പ്രാർത്ഥന ഇല്ലല്ലോ. ആ തൊടുപുഴയിൽ നിന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത്, ഉടമ്പടി എടുത്ത് കഴിഞ്ഞാണ് കുടുംബ പ്രാർത്ഥന തുടങ്ങിയത്. 10 കൊല്ലം കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്താ വെച്ചാൽ 10 കൊല്ലം കുടുംബപ്രാർത്ഥന നടക്കാത്ത ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ഇമാജിൻ? ഒരു ദിവസം പോലും കുടുംബപ്രാർത്ഥന ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കിടത്തി ഉറക്കത്തില്ല. അപ്പോൾ 10 കൊല്ലം ഇതുപോലെ തന്നെ നിരീശ്വര കുടുംബങ്ങളുണ്ടാവും. ചില പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിച്ച് നിരീശ്വരവാദികളായി മാറിയവർ, അല്ലെങ്കിൽ പ്രഖ്യാപിത, അവർക്ക് ഉള്ളിൽ വിശ്വാസം ഉണ്ടാവും, പക്ഷേ പാർട്ടിക്കാർ സമ്മതിക്കത്തില്ല. അത് ഭയങ്കര ഒരു കുടുക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈ മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വന്നുപെടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഒരു മരണക്കുരുക്കാണ്. എന്താ കാര്യം? വിശ്വാസം ഉള്ളിലുണ്ട്, പക്ഷേ പ്രഖ്യാപിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവർ ഇറക്കിവിട്ട സാധനമാണ് ഓരോരുത്തരുടെ വിശ്വാസം അവൻ്റെ ഉള്ളിലല്ലേ എന്ന്. ഉള്ളിലല്ലല്ലോ. നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രസ്ഥാനം നിൻ്റെ കൈയും കാലും കെട്ടിക്കളഞ്ഞിട്ടല്ലേ? അല്ല, അവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പൊതു ശ്മശാനത്തിലൊക്കെ പോയി അവരടക്കുന്നുണ്ടല്ലോ. അതിൽ ഇപ്പോൾ ചില ആൾക്കാർ പൊതു ശ്മശാനത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സിമിത്തറിയിൽ അടക്കപ്പെടുന്നതിനേക്കാളുപരി പൊതുജനത്തിൻ്റെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി പൊതുവായിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കലക്കിക്കളയുകയോ അങ്ങനെ ചെയ്യുന്ന കുറേ ഒരു തീരുമാനങ്ങളൊക്കെ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നത് അവർ പ്രവർത്തിച്ച
പാർട്ടിയുടെയൊക്കെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ്. ദൈവമായിട്ട് ഒരിക്കൽ അകന്ന നീ ഓർക്കണം. കാര്യം ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിപ്പിച്ചത് നിനക്ക് തന്ന സൗജന്യ ദാനമാണ്. മനസ്സിലായില്ലേ? സൗജന്യ ദാനമാണ്. അപ്പോൾ സൗജന്യ ദാനമായിട്ട് നിനക്ക് കിട്ടുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? ആ വിശ്വാസത്തെ നിലനിർത്താൻ ദൈവം എനിക്ക് സൗജന്യമായിട്ട് തന്ന ദാനമാണിത്, ഇത് ഞാൻ സൂക്ഷിക്കണം. ഈ വിശ്വാസം നിലനിർത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം എൻ്റെ ജീവിതം. കർത്താവേ, കാര്യമെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യത വരെയാണ് ഈ നമ്മുടെ വിശ്വാസം നമുക്ക് നൽകണത്. എന്താ? നിത്യതയാണ്. കാര്യം നിത്യത എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം. കാര്യം ഞാൻ ഇത്രയും കൃത്യമായിട്ട് അമ്മ ജീവനോടെ ഇതേ ഫിഗറിൽ സ്വർഗത്ത് എങ്ങനെയായിരിക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ വിശ്വസിച്ച് ജീവിച്ച ആളാണ്. പക്ഷേ അമ്മ 2 പ്രാവശ്യം വന്നൊരു വായിൽ കൈയിടുമ്പോഴും ഒരു പ്രാവശ്യം എൻ്റെ പിറകിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുമ്പോഴും നിത്യത എന്ന് പറയുന്നത് ഇത്രയും ടാഞ്ചിബിളാണെന്ന് അതുവരെ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് നിത്യതയെക്കുറിച്ച് നന്നായിട്ടറിയാം, പക്ഷേ ഇത്രയും സ്പർശ്യമാണെന്ന് അറിയത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ബോധമില്ലാത്തവരെ നമുക്ക് വിശ്വാസം ഓരോ വ്യക്തികളെ കൊണ്ടുവന്ന് ദൈവം ഓരോ വ്യക്തിക്കും പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ പരിശുദ്ധ അമ്മയാണ്, ഞാൻ ഈശോയാണെന്ന് ഒരിക്കലും പറയത്തില്ലെന്നും പറഞ്ഞാണ് ഈശോ ഉയർത്തതിന് ശേഷം ആദ്യം പറഞ്ഞത് അതാണ്. നിങ്ങളെ ഉയർത്തപ്പെടുന്ന പിന്നെ ഈ പ്രത്യക്ഷപ്പെടൽ എപ്പോഴും ഒന്നും പ്രതീക്ഷിക്കേണ്ട, അതൊരു ഭാഗ്യം കെട്ട പരിപാടിയാണ്. തോമസ്, നിൻ്റെ വിരലിങ്ങോട്ട് കൊണ്ടുവരൂ, ദിസ് ഇസ് ലാസ്റ്റ് ചാൻസ്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാന്മാർ. അതാണ് ദൈവത്തിൻ്റെ നിലപാട്. കണ്ട് വിശ്വസിക്കുന്ന വിശ്വാസമായിട്ട് ദൈവം കണക്കാക്കണില്ല. ഇനി ഇപ്പം ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്ന പ്രൈവറ്റ് ദർശനമല്ലത്, അത് ജനതകളുടെ ഇടയിൽ വന്നിട്ടുള്ള സംഭവമാണത്. അമ്മ പറഞ്ഞ വായി നാക്കിട്ടനുസരിച്ച് സുനാമി വന്നു, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ചിക്കൻ ഗുനിയ വന്നു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നിപ്പ വൈറസ് വന്നു, പിന്നെ H1N1 വന്നു, പിന്നെ ആന്ത്രാക്സ് വന്നു, അതിനുശേഷം പ്രളയം വന്നു, ഇപ്പോഴുണ്ട് കോവിഡും പിന്നെ ഒമിക്രോണും. പരിപാടിയായില്ലേ? അപ്പം അന്ന് മുതൽ ഇങ്ങനെ ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ്. ഇതിനൊക്കെ എന്താണ് മറുപടി? പ്രാർത്ഥന മാത്രമേ മറുപടിയുള്ളൂ. ഇതിന് വലിയ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാര്യം അതായത് എങ്ങനെയായാലും ഇപ്പം 3-ാം തരംഗം കഴിയാൻ പോകുന്നു ഇല്ലേ? അത് കഴിയുമ്പോൾ ഇനി വേറെ രോഗം എന്തോ വൈറസ് വരാൻ പോകണമെന്ന് പറയുന്നു. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ദുരന്തങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സാംക്രമിക രോഗങ്ങളും. അപ്പോൾ ഇതിനെ എല്ലാം ഇഞ്ചക്ഷൻ ചെയ്ത് ഒതുക്കാമെന്ന് വെച്ചാൽ ഒരു ആത്മവിശ്വാസം മാത്രമാണത്. കാരണം കോവിഡ് വന്നവർക്ക് പിന്നെ വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ കോവിഡ് പിടികളിലൊക്കെ ഓടിക്കയറിപ്പോയി പിറ്റേ ദിവസം കോവിഡ് അടിച്ചൊന്ന് വന്നിരും. നമുക്കൊരു പിടിയില്ല. ആകപ്പാടെ ഒരു പിടി ഉണ്ടായത് ഹൂ എന്നും പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ പേര് തന്നെ ഇപ്പം ഹൂ എന്നാണ്. ആര്? WHO. ഹൂ. പണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഹൂ എന്നും പറഞ്ഞ് ഒരു സാധനം ഉണ്ടായിരുന്നു പറഞ്ഞു തരാൻ, ലോകാരോഗ്യ സംഘടന. അപ്പം അതിൻ്റെ പേരെന്താ? WHO. ഹൂ എന്ന് വെച്ചാൽ ഇന്ന് അവരും ചോദിക്കും ഹൂ ആരാണ്? അവർക്കൊരു പിടിയില്ല, അവർക്കൊരു പിടിയില്ല. അപ്പോൾ ഇതാണ് മനുഷ്യരാശിയുടെ മൊത്തം അവസ്ഥ. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹൂ എന്ന് പറഞ്ഞിരിക്കാനേ പറ്റത്തുള്ളൂ, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല ഈ ലോകത്ത്. ശാസ്ത്രം വളർന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചത് അമേരിക്കക്കാരിപ്പം തന്നെ വാക്സിൻ ഉണ്ടാക്കുമെന്ന് പറയണം. അപ്പോൾ ട്രംപിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ 20 കൊല്ലമായിട്ട് ഫാക്ടറി എല്ലാം പൂട്ടിയിരിക്കുകയാണെന്ന്. 20 കൊല്ലമേ ലോകത്ത് അറിഞ്ഞിട്ടില്ല ഈ മൈക്രോബയോളജിയുടെ ഫാക്ടറിയെ. അതേൻ്റെ റിസർച്ച് ലാബുകൾ 20 കൊല്ലം, ദാറ്റ് മീൻസ് ഇപ്പോൾ 2000 പൂട്ടിയതാണ് വരെ. അവർ കമ്പ്യൂട്ടർ വന്നതോടുകൂടി കമ്പ്യൂട്ടറിൻ്റെ പുറകെയാണ് അവർ പോയത്, എല്ലാ ഫാക്ടറിയും പൂട്ടി. പിന്നെ എന്ത് ചെയ്ത് ബാക്കിയുള്ള സെക്കൻഡ് വേൾഡിലുള്ള ആൾക്കാരാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഇഞ്ചക്ഷനൊക്കെ തന്നത്. എന്നിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് വീണ്ടും വരത്തില്ലെന്നും വിചാരിക്കരുത്, ഇതൊക്കെ ഒരു ഉറപ്പാണ്, അത്രയൊക്കെ പറയാനുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ലോകത്തിൻ്റെ അവസ്ഥ നോക്കണം.
അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാന മുഖ്യമന്ത്രി പറഞ്ഞത് ഓരോരുത്തരും അവന്മാരെ സൂക്ഷിച്ചാൽ അത്രയും നല്ലതെന്ന്. അതാണ് ഈ സംവിധാനങ്ങളെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഏറ്റവും വലിയ സംവിധാനം എന്താണ്? അവനവനെ സൂക്ഷിക്കുക എന്നാണ്. അത് കറക്റ്റാണത്. അദ്ദേഹം അത് 8 മാസം മുമ്പ് പറഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടു പോയി അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇപ്പം പ്രാർത്ഥന എന്ന് പറയണത് അത് ശരിക്കും പ്രാർത്ഥന നമ്മളെ അവകാശികളാക്കുകയാണ് ദൈവത്തിൻ്റെ. അതിൻ്റെ സംരക്ഷണം ഒന്ന് വേറെയാണ്. അതിൻ്റെ സംരക്ഷണം ഒന്ന് വേറെയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഇത് അതായത് പ്രാർത്ഥിക്കുന്ന വ്യക്തികള് ഒന്ന് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഹിതം വേറെയാണെങ്കിൽ നമ്മുടെ ഇഷ്ടമായിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഈശോയ്ക്ക് മനസ്സിലായി, അത് കുരിശു മരണമാണ്. പക്ഷേ എന്താ ഈശോ പറയണത്? എൻ്റെ ഇഷ്ടം ഇത് മാറണമെന്നാണെങ്കിലും അങ്ങയുടെ ഇഷ്ടം ഇത് നടക്കണമെന്നാണ്, ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി. പക്ഷേ ഞാൻ വിശ്വസിക്കും ഈ ചോര വിയർത്ത് കിടന്നുണ്ട് എന്താണ്? അങ്ങയ്ക്കെല്ലാം സാധ്യമാണെന്ന്. എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് അച്ഛൻ പറഞ്ഞില്ലേ, അപസ്മാര രോഗിയുടെ പിതാവിനോട് ഈ പിതാവ് എന്താ പറഞ്ഞത്? അങ്ങയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നോക്കാൻ പറഞ്ഞു. അതാണ് അപ്പോൾ ഈശോയുടെ ജീവിത പ്രയാസങ്ങളും രോഗങ്ങളും ഈ മകനുമായിട്ടുള്ള മൽപ്പിടുത്തവും എല്ലാം കണ്ട് അയാളുടെ മനസ്സ് തളർന്ന്, വിശ്വാസം തളർന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ അയാൾ പറയണത്. അപ്പം നമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം തോന്നണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ രോഗവും നമ്മുടെ കുടുംബത്തിൻ്റെയും അവസ്ഥകളെല്ലാം കൂടിയായിരിക്കും. ഇങ്ങനെയായാൽ പക്ഷേ ഈശോ ചോദിക്കും, കഴിയുമെങ്കിലെന്നോ അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഈശോ പറയണത്. അതല്ലെങ്കിൽ അത് ഈശോ അറ്റൻഡ് ചെയ്യേണ്ട ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം 12:9:22 എന്താ പറയണത്? അപസ്മാരോഗിയുടെ പിതാവ് ഈശോ പറയുന്നതാണ്, ഞാൻ ഈ മകനെ നിൻ്റെ ശിഷ്യന്മാരുടെ കൊണ്ടുവന്നു, അവർക്കൊന്നും നടന്നില്ല. നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എന്നോട് കരുണ തോന്നണം. അപ്പോഴേ ഈശോ അതിന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈശോ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അവിടെയാണ് പണിയായിപ്പോയത്. കഴിയുമെങ്കിൽ എന്നോ എന്നുവെച്ചാൽ അങ്ങനെ പറയരുതെന്ന്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അങ്ങനെ പറയരുത്. എങ്ങനെയാണ് പറയേണ്ടത്? പിതാവേ, അങ്ങക്കെല്ലാം സാധ്യമാണെന്ന് പറയണമെന്ന്. മനസ്സിലായില്ലേ? അതിന് ഞാൻ ഈശോ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തർക്കോത്തരം പറയാനൊന്നും പറ്റത്തില്ല. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കണമെങ്കിൽ മിനിമം കാറ്റഗിസം ഉണ്ടാകണം. എന്താ കാര്യം? എങ്ങനെയാണ് ദൈവതിരുസനി പെരുമാറേണ്ടതെന്ന് അറിയണം. കഴിയുമെങ്കിൽ ഇന്നോ എന്നിട്ട് ഈശോ എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണെന്ന് ഈശോ പറയുമ്പോഴേ അത് തന്നെ ഗെത്സെമനിലാവും പറയണത്. അപ്പാ ആ 34 14:34 എന്താണ്? അപ്പാ മർക്കോസിൻ്റെ 14:34 എന്താ പറയണത്? അപ്പാ അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. മർക്കോസിൻ്റെ 14:34 അങ്ങയ്ക്കെല്ലാം സാധ്യമാണെന്ന് ഈശോ പറയുമ്പോൾ അത് തന്നെയാണല്ലോ ഇപ്പോൾ ഈശോ മർക്കോസിൻ്റെ 9:23 പറയണത്. എന്താണ്? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ അപ്പായിലുള്ള അനന്തമായൊരു വിശ്വാസിയാണ്. പുത്രൻ തമ്പുരാൻ പിതാവായ ദൈവത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കണത്? ദൈവപൈതലേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ ക്ലേശ ദുഃഖ ദുരിതങ്ങൾ വരുമ്പോൾ അതുപോലെ വിശ്വസിക്കാൻ അഭിഷേകം തരാനുള്ള സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പിതാവായ ദൈവത്തില് പുത്രൻ തമ്പുരാൻ വിശ്വസിച്ചതുപോലെ എൻ്റെ ചോരവിയർപ്പിൻ്റെ കാലങ്ങളില് അതുപോലെ വിശ്വസിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗികമായ ബോധ്യമില്ലേ? ഇപ്പം നമ്മൾ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? എല്ലാ കാര്യങ്ങളും വാഗ്ദാനത്തിലല്ലേ ഇരിക്കണത്. ഇപ്പം നിൻ്റെ വിവാഹവും നിൻ്റെ മക്കളും നിൻ്റെ ജോലിയും നിൻ്റെ രോഗസൗഖ്യവും എല്ലാ ഭൂമിയിലൊരു മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയിരിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ പേരിലാണ്, വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്.
ഈ വാഗ്ദാനമാണ് നമ്മൾ പ്രാപിക്കുന്നത്. പ്രാപിക്കുന്നത് എന്താണ്? പണ്ട് മുതലേ ഉള്ള, അതായത് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ത് ചെയ്യണം? സർവ്വേശ്വര പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പക്ഷെ എന്താണ് അപേക്ഷിക്കണമെന്നൊരു പിടിയില്ല. അതാണ് ഉടമ്പടിയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. പിടിയിട്ടില്ലേ? നമ്മളെപ്പോഴും ആ പ്രാർത്ഥന ചെല്ലണം, ആ സുഹൃത്ത് ജപം. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം? എന്ത് പ്രാർത്ഥിക്കണം? ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്. കാര്യം ഉടമ്പടി വാഗ്ദാനത്തിനെ പ്രാപിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ വാഗ്ദാനത്തെ പ്രാപിക്കുമ്പോൾ ഈ ഉടങ്കൊല്ലി അപസ്മാര വിശ്വാസം അങ്ങോട്ടാണ്. അവൻ്റെ പേര് അപസ്മാര വിശ്വാസമാണ് അവനുള്ളത്. നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ ചെയ്യാൻ. കഴിവില്ലെങ്കിൽ ഈ ശവത്തിൻ്റെ കൂടി ഞാൻ പോയിക്കൊള്ളാമെന്നാണ് പറയണതേ. അതാണ് എൻ്റെ സെക്കൻഡ് പോയിന്റ് വായിക്കുമ്പോൾ നമുക്ക് വിഷമം വേണതേ. അയാളുടെ വർത്തമാനത്തിൽ ഞാനാണ് കർത്താവെങ്കിൽ അവരുടെ കാര്യം പോച്ചു കളഞ്ഞു. എനിക്കറിയാം അവന് വിശ്വാസമില്ലെന്ന്. നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ ചെയ്യാൻ വെച്ചാൽ, കഴിവില്ലെങ്കിൽ ഞാൻ ഈ സാധനത്തിനായിട്ട് കെട്ടിയെടുത്തുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിൽ പോയിക്കൊള്ളാം. ഇങ്ങനെ ഭാഗികമായ വിശ്വാസം, അത് ഈശോ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞു. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവരെല്ലാം സാധിക്കും. അപ്പോൾ ഈശോ എന്താ പറയണത്? എന്നിട്ട് ആ മനുഷ്യൻ ഈശോ അയാളുടെ സംസാരിച്ച പേക്ക് വെളിവായി. അയാൾ പറയും, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ചെന്നെ സഹായിക്കണമേ. അതാണ് സംഭവം. അതായത് അവിടുത്തെ വിഷയം എന്താണ്? ആ കഴിയുമെങ്കിലെന്നോ ചോദിക്കാൻ കാര്യം എന്താണ്? അവിശ്വാസമാണ്. അതാണ് 9:24, മർക്കോസ് 9:24. എന്താണ്? കർത്താവേ സോറി, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോഴേ എല്ലാ വിഷയങ്ങൾക്കും ഈ പരിഹരിക്കാനുള്ളൊരു വിഷയമാണ് അവിശ്വാസം. ഇപ്പം നീ ഓർക്ക് എൻ്റെ മകനാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തില്ലായിരുന്നു ഈശോയോട്, പണിയായിരുന്നേനോ. എൻ്റെ മകളെയാണ് ഞാൻ ഈശോയുടെ കൊണ്ടുവന്നത്, ഞാൻ ഇയാളെപ്പോൾ ഇങ്ങനെ പറയത്തില്ലായിരുന്നു എന്നായിരിക്കും ചിലപ്പോൾ നിനക്കിപ്പോൾ തോന്നണത്. പക്ഷേ അക്കാര്യത്തിൽ നീ പറയത്തില്ല, വേറൊരു കാര്യം പറയുമ്പോൾ നീ പറയും. അതിനേക്കാൾ കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ളൊരു വിഷയം വരുമ്പോൾ വിശ്വാസം, അതായത് നിനക്ക് എന്ത് സംഭവിക്കുന്നു, നിൻ്റെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ഭാരം വരുന്നു. ഇപ്പോൾ 2 കിലോ ഭാരമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നീ ഇതുപോലെ തന്നെ അത് മേക്കപ്പ് ചെയ്യും. പക്ഷേ 20 കിലോ ഭാരം വന്നാൽ എന്ത് ചെയ്യും? അതായത് നിനക്കിപ്പോൾ 20 കിലോ ഭാരമാണ് ഉള്ള ഒരു ജീവിത പ്രശ്നമാണ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ അവിശ്വാസത്തെ പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിന്നെ 20 കിലോ ഭാരം എടുത്തിട്ട് നിന്നെ കൂനി പിടിച്ച ആളായിട്ട് നടത്താനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കണം. അതായത് നിൻ്റെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്ത് ആ വിശ്വാസം 20 കിലോ അല്ലെങ്കിൽ 25 കിലോ നിൻ്റെ കുടുംബജീവിതത്തിൽ നിനക്കൊരു ഭാരം ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? നിൻ്റെ ഈ 10 കിലോ എടുക്കാൻ പറ്റിയ വെയിറ്റിൽ നിന്ന് നിന്നെ അത്രയും വശത്തേക്ക് നിന്നെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നു. അവിശ്വാസത്തെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതാണ് പറഞ്ഞത്, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ ഓർക്കുകയും, ഈ രക്തസ്രാവക്കാർ രോഗിയില്ലേ, അവരുടെ വിശ്വാസം പറയണത് ഈശോ എന്താ പറയണത്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? അവൾ എന്തെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടേത് മാത്രമാണ്. മനസ്സിലായില്ലേ? മറ്റുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് അവരെ കണ്ടിട്ട് ഉടമ്പടി എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടേ. നിങ്ങൾ ആദ്യം ഇപ്പോൾ ഉടമ്പടി എടുക്ക്, നിങ്ങൾക്ക് വല്ലതും നടക്കുമോ ഇല്ലെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന്. വെറുതെ എന്തിനാ വണ്ടിക്കാശ് കളയണമെന്നാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. അത് പറയത്തില്ല. അങ്ങനെയുള്ളവന്മാരെ അത് അവിടെ പ്രശ്നം കണ്ടേ. അതായത് നിങ്ങൾ എപ്പോഴും ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ദൈവം അറിയും. അല്ല, 139 സങ്കീർത്തനത്തില്ലേ അങ്ങനെയില്ലേ? ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വന്നാൽ എന്ന് വെച്ചാൽ ദൈവത്തെ പരീക്ഷിക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഇത് ഇപ്പോൾ രക്തസ്രാവമൊക്കെ ഒരു രോഗി എന്താ ചെയ്യണത് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ലൂക്കാസ് സുവിശേഷം 8:15, വിശുദ്ധ ലൂക്ക 8:15 എന്താ പറയണത്? ഈ അമ്മമാരില്ലേ, അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമല്ലേ ഈശോൻ്റെ അടുത്ത്. അപ്പോഴെന്ത് ചെയ്യും അപ്പോസ്തലന്മാർ? മാറ് എന്ന് പറഞ്ഞാൽ തിക്കി തള്ളി മാറ്റും. കർത്താവിനെ തൊടല്ലേ, ഈശ്വരനെ തൊടല്ലേ, മാറി. കാര്യം എന്താ? ഇവന്മാർക്ക് വിശന്ന് കാണും, അതായിരിക്കും സംഭവം. ഇനി ഈ അമ്മമാരെ അടിച്ച് തല്ലി ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പട്ടിണി കിടക്കും. അതാണ് വിഷയം.
അപ്പോൾ അവർ ഈ അമ്മമാരെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓടിച്ചിട്ട് വരും. അപ്പോൾ ഈശോ പറയും, അവരത് ഓടിച്ച് ഡിസ്റ്റർബ് ചെയ്യല്ലേ, അവർ തള്ളി മാറ്റല്ലേ, കുഞ്ഞുങ്ങളെ അടുത്ത് വരാൻ അനുവദിക്കും, അവരെ തടയരുതെന്നൊക്കെ ഈശോ പറയും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ് ഈ ഈശോ ചുറ്റും നിൽക്കുന്ന അപ്പോസ്തലന്മാരുടെ പോലും നേച്ചർ ഇതാണ്. എന്താണ് നേച്ചർ? കർത്താവിനെ തൊടാൻ തന്നെ ആൾക്കാരെ തള്ളി മാറ്റുകയാണ്. ആ സ്ഥലത്താണ് ഈ രക്തസ്രാവ രോഗി വരുന്നത്. വല്ല പണിയും നടന്ന് കാണുമോ? കർത്താവ് അവൾ സുഖപ്പെട്ട് കഴിഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ആരാണ് എന്നെ തൊട്ടത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അപ്പോസ്തലന്മാർ പറയണത്? 8:45 വിശുദ്ധ ലൂക്കാസ് വിശുദ്ധൻ 8:45 എന്താ പറയണത്? ജനം മുഴുവനും നിന്നെ തിക്കിഞ്ഞിരിക്കുകയല്ലേ. അതാണ് സംഭവം. ജനം മുഴുവൻ നിന്നെ തിക്കിഞ്ഞിരിക്കുകയല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? സിറ്റുവേഷൻ വളരെ മോശമാണ്. ജനം തിക്കിഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആരെ തൊട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതായത് പല ആൾക്കാരും തൊടുന്നുണ്ട്. അതാണ് പ്രശ്നം. പല ആൾക്കാരും തൊടുന്നുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ കർത്താവിനെ തള്ളി മറിച്ച് കർത്താവിൻ്റെ മേത്തിടുന്നുണ്ട്. ചില ആൾക്കാർ വട്ടം തല്ലി നിൽക്കുന്നുണ്ട്. കാല് മുമ്പോട്ട് പോകുന്നവരും കാല് മടക്കി വീഴുമല്ല. അങ്ങനെ പല അംഗങ്ങളവിടെ നടന്നുകൊണ്ടിരിക്കുകയും ജനം തിക്കിയിട്ട്. പക്ഷെ അവരാരും സുഖപ്പെടുന്നില്ല. ഇവിടെ ഇങ്ങനെ കർത്താവിനെ തൊടാൻ വേണ്ടി വരണ സമയത്തായിരിക്കും ഒരു തള്ളു വരുന്നത്. അപ്പോൾ തള്ളു അവിടെ പുറത്തായി. പിന്നെ അവളിങ്ങനെ അതിൻ്റെ അടുത്ത് നുണ്ടും നുളഞ്ഞും പിന്നെയും വന്ന് കർത്താവിനെ തൊടാൻ നേരത്ത് അപ്പോൾ അടുത്ത തള്ളു വരും, തിക്കൽ വരും. പിന്നെ അവിടെ കർത്താവ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഇവർക്ക് തൊടാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെയല്ല, കർത്താവ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു 5-8 പ്രാവശ്യമെങ്കിലും ഈ രക്തസ്രാവക്കാരി രോഗി കർത്താവിനെ തൊടാൻ വേണ്ടി പല അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് അവിടെ. ഈ തിക്കലും ഞെരിക്കലും അത് 7 അറ്റംപ്റ്റെങ്കിലും പരാജയപ്പെട്ടു പോകും. എന്നാലും അവൾക്കൊരു തീരുമാനമുണ്ട്. എന്താണ് അവളുടെ തീരുമാനം? എന്താ? അതായത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊടാനിടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ളിൽ കരുതിയിരുന്ന. അതുകൊണ്ടാണ് 1 കിലോമീറ്റർ മുമ്പ് തൊടാൻ തുടങ്ങിയ പാർട്ടിയാണിത്. 5-8 പ്രാവശ്യം ഇപ്പം തൊട്ടില്ലെന്നാകുമ്പോൾ തള്ളിപ്പോകും. പക്ഷേ എന്നിട്ട് ഇവിടെ അവിടെ അറ്റംപ്റ്റ് കളയണില്ല. ഒരു വിശ്വാസിയുടെ നിലപാടാണത്. രക്തസ്രാവക്കാരി രോഗിയെ അവിടെ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ അവൾ കൈകുപ്പി പറയും. അപ്പോൾ പറയണ ഈശോ എന്താ പറയണത്? നിൻ്റെ വിശ്വാസം നിന്നെ. കാര്യം എന്താണ്? ഒറ്റ അറ്റംപ്റ്റിലല്ല, പല അറ്റംപ്റ്റ് നടത്തി പരാജയപ്പെട്ടു. പല ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ടും അവൾ പിന്തിരിയാതെ നിന്നതാണ് അവളുടെ വിഷയം. ഈ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പ്രാവശ്യം നമ്മൾ പ്രാർത്ഥന ചൊല്ലി നടന്നില്ല, വീണ്ടും പ്രാർത്ഥന ചൊല്ലി നടന്നില്ല, വീണ്ടും പ്രാർത്ഥന ചൊല്ലി നടന്നില്ല. പക്ഷെ നടക്കാതെ വരുമ്പോൾ നടക്കണ വരെ ഇവളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അവസാനം 8ാമത്തെ പ്രാവശ്യം ഇവൾ കർത്താവിനെ തൊടും. അപ്പോഴവൾ സൗഖ്യം പ്രാപിക്കും. പക്ഷെ അപ്പോൾ ഈശോ എന്നാ പറയണത്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇത് ഇവളുടെ പൂർണ്ണ വിശ്വാസമാണ്. അതാണ് ഈ ഭാഗിക വിശ്വാസമുണ്ട്. മറ്റേ ചേട്ടൻ്റെത് ഭാഗിക വിശ്വാസമാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യാൻ പറയുന്നത് ഭാഗിക വിശ്വാസമാണ്. അണ്ണന്മാർക്കൊരു 90% മനുഷ്യർക്കും ഭാഗിക വിശ്വാസക്കാരാണ്. ഈ ഭാഗിക വിശ്വാസത്തിൻ്റെ 90%-നെയാണ് ഉടമ്പടി ടാസ്ക് ആൻഡ് ടാർഗറ്റ്. ഈ ഭാഗിക വിശ്വാസത്തിൽ കഴിയുന്ന 90%-നെയാണ് നമ്മൾ ഉടമ്പടി പ്രോജക്റ്റിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യണത്. പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യും. കാര്യം എന്താ? ഉടമ്പടിയുടെ ഫോർമുല അനുഗ്രഹത്തെ അവകാശമാക്കുന്ന ഫോർമുലയാണ്. പക്ഷേ ഈ അവകാശമാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കണത്? ഇവന് ഈ ദൈവവചന ധ്യാനം കാരണം ആൾക്കാരുടെ സാക്ഷ്യം കൊണ്ട് ഇവരെന്ത് സംഭവിക്കണം? ഉടമ്പടി എടുത്തവർ നിർബന്ധമായിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയണത്? നിങ്ങൾ ചൊവ്വാഴ്ച ഉള്ള ഒരു 4 ചൊവ്വാഴ്ച ഉണ്ടെങ്കിൽ 4 ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം ഉണ്ടാവും. 4 ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു ദിവസം 3 സാക്ഷ്യമെങ്കിലും നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? അതായത് നിങ്ങൾ ഈ 90% കൂടെ ഉള്ള ആൾക്കാരാണ്. എന്താണ്? നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ മകനെ സഹായിക്കാൻ. അവിശ്വാസത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട് കുറച്ച്. പക്ഷേ രക്തസ്രാവക്കാരി രോഗി എന്താണ്? പലപ്രാവശ്യം തള്ളി പുറത്തോട്ട് മാറുമ്പോഴും എന്നാൽ വീട്ടിൽ പോയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നില്ല. അവിടെ നിന്നിട്ട് എപ്പോഴാണ് തൊടാൻ പറ്റണത്? തൊടാൻ പറ്റുമെന്ന് അവിടെ ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. തൊട്ടാൽ സൗഖ്യപ്പെടുമെന്ന് അവൾക്കൊരു വിശ്വാസമുണ്ട്. അതൊരു വിശ്വാസിയുടെ ഒരു
ഒരു വിശ്വാസിയുടെ ഒരു മാതൃകയാണ് ഇവളെ. അതിനകത്ത് ശരണമുണ്ട് ശരിക്കും. കാര്യം പല പ്രാവശ്യം തൊടാൻ വന്നിട്ട് തൊട്ടില്ലെന്ന് പറഞ്ഞ സമയത്ത് പോകും. പക്ഷേ എന്നിട്ടും അവൾ പോകാതെ വീട്ടിൽ നിന്ന് വീട്ടിൽ പോകാതെ നിൽക്കുകയാണ് അവൾ ശരിക്കും. അപ്പം അതുകൊണ്ടാണ് ശരണം അതിനകത്തുള്ളത്. എന്നിട്ടാണ് ഈ ശരണവും വിശ്വാസവും കർത്താവിനോടുള്ള അടുപ്പവും എല്ലാം കൂടിയാണ് അവൾ പറയണത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയണത്. അതെന്ന് പറയണത് ഭാഗിക ബോധമല്ല, അത് പൂർണ്ണമായൊരു ബോധമാണ്. വാഗ്ദാനം പ്രാപിക്കാൻ ഈ പൂർണ്ണ ബോധം ഉണ്ടാകണം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർ മറ്റേ വസുമാര രോഗിയുടെ അപ്പനെപ്പോലെ കാണിക്കരുത്. മറിച്ച് ഈ രക്തസ്രാവ രോഗിയെപ്പോലെ ഒരു പൂർണ്ണ അവബോധം ഉണ്ടാകണം. ഈ കർത്താവിൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ ഏതെങ്കിലും തൊട്ടാൽ മതി താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പറയുന്നത് പൂർണ്ണ ബോധമാണ്. പൂർണ്ണബോധം ഇത് അതായത് വാഗ്ദാനത്തിന് ഏറ്റവും എനിക്കാണത് പൗലോസ് അപ്പോസ്തലനാണ് ഇതിൻ്റെ ആൾ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഭാഗിക ബോധം കൊണ്ട് ശരിയാകത്തില്ല, വാഗ്ദാനം പ്രാപിക്കാൻ പൂർണ്ണമായ യേശു ആരാണെന്നുള്ള പൂർണ്ണമായ ബോധം. എനിക്കാണ് 4:21 വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഒന്നിന് പറഞ്ഞേ, വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതാണ് സംഭവം. അതായത് ആടെ കാര്യമാണ് പറയണത്, എബ്രാഹത്തിൻ്റെ കാര്യമായി പറയണത്. എബ്രാഹത്തിൻ്റെ വിശ്വാസം അവന് നീതിയായിട്ട് പരിഗണിച്ചു എന്ന് പറയണില്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഇയാളുടെ പൂർണ്ണ ബോധ്യമാണ്. ഒക്കട്ടെ അങ്ങനെയല്ല, കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞല്ല പുള്ളി വീടിന്ന് പോരണത്. എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന സ്ഥലം, വാഗ്ദാന നാട് ദൈവം എനിക്ക് തരും. എൻ്റെ മക്കളില്ലാത്ത 75-ാമത്തെ വയസ്സിലാണ് ഞാൻ നിൽക്കണത്. പക്ഷെ എനിക്ക് മക്കളെ തരുമെന്ന് പറഞ്ഞാൽ തരും, തന്നിരിക്കും. അത് പൂർണ്ണ ബോധ്യമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി വാഗ്ദാനത്തിന്റെ പ്രാർത്ഥനയാണ്. ആ വാഗ്ദാനം പ്രാപിക്കാൻ അബ്രാഹത്തെ പോലെ എനിക്ക് വേണ്ടത് പൂർണ്ണ ബോധ്യമാണ്. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ മധ്യസ്ഥത്താൽ വാഗ്ദാനം പ്രാപിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്താൽ ഈ ആരാധന നിമിഷം ഇപ്പോഴേ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ടവര്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇപ്പം എന്താണ്? പൂർണ്ണ വിശ്വാസമുണ്ട്, പിന്നെന്ത്? ഭാഗികമായ ബോധ്യമുണ്ട്, പൂർണ്ണ ബോധ്യമുണ്ട്. ഈ പൂർണ്ണ ബോധ്യത്തിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ കണ്ട ലൂക്കാസ് വിശേഷം 8:45, 46, 47 രക്തസ്രാവക്കാര രോഗി. ഇത് രണ്ടും കൊണ്ട് നമുക്ക് വാഗ്ദാനം രക്തസ്രാവക്കാര രോഗിയുടെ പൂർണ്ണ ബോധ്യം. അതുകൊണ്ടാണ് പല പ്രാവശ്യം അറ്റംപ്റ്റ് പരാജയപ്പെടുമ്പോഴും ഇവിടെ അവസാനം വരെ നിൽക്കുന്നതിൻ്റെ കാര്യം അവിടെ പൂർണ്ണ ബോധ്യം കൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ചിലർക്ക് അതുകൊണ്ട് സാധിക്കും. പക്ഷെ ചിലർക്ക് വേറൊരു കണ്ടൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. വാഗ്ദാനം പ്രാപിക്കാനുള്ള മാർഗം ഞാൻ പറയുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ അത് ലഭിക്കാനുള്ള കുറച്ച് നോഹൗ ജ്ഞാനസൂത്രങ്ങളുണ്ട്. അതിലൊന്ന് എന്താ വെച്ചാൽ, ഒന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകണം. അപ്പം റോമ 4:21 അനുസരിച്ചുണ്ട്. പിന്നെ ഒന്നെന്താ? കണ്ടൻറ്റ് ഓഫ് സഫറിങ്. ഞാനിതെല്ലാം പറയണത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ ജനങ്ങളുടെ സാക്ഷ്യങ്ങൾ പരിശോധിച്ചിട്ട് അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ എന്ത് പറയണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണിത് പറയണത്. അല്ല എവിടെ നോക്കി പറയണമല്ല. അപ്പോൾ ഈ കണ്ടൻറ്റ് ഓഫ് സഫറിങ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനകത്ത് ഏറ്റവും ടോപ്പ് എനിക്ക് സുവിശേഷത്തിൽ ഞാൻ പരിചയപ്പെട്ട ആൾ കാനങ്കാരിയാണ്. കാനങ്കാരി സൂപ്പറാണ്. അതായത് കാനങ്കാരിയുടെ പ്രശ്നം എന്താ? കാനങ്കാരിയുടെ പ്രശ്നം അവളുടെ മകള് പിശാച് ബാധിതയാണ്. ഒന്നാമത്തെ അവൾക്ക് അവകാശമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കാനനക്കാരിയാണ്, വിജാതി സ്ത്രീയാണ്, യഹൂദനല്ല, എബ്രാഹത്തിൻ്റെ സന്തതിയല്ല. അപ്പോൾ അതുകൊണ്ട് അവകാശമില്ലാത്തവരാണ് അവകാശം പ്രാപിക്കുന്ന രീതി നോക്കണം. ഇറ്റ് ഈസ് ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ. എന്താ ഇപ്പം നമ്മൾ എനിക്ക് വേണത് 8:27, 8:28 മത്തായി ശ്രീയുടെ സുവിശേഷത്തിൽ, അതായത് കാനങ്കാരി വരുമ്പോഴേ അവൾ വന്ന് കർത്താവിനെ കാണും. അവൾക്ക് അവകാശമില്ല. കാര്യം എന്താണ്? അവൾ വിജാതി സ്ത്രീയാണ്, യഹൂദനല്ലെന്നർത്ഥം. അപ്പോൾ പിന്നെ ഔദാര്യമാണ് വേണ്ടത്, ഔദാര്യം. പക്ഷേ ഈ ഔദാര്യം ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ കർത്താവ് പറയും, മകളെ അത് അവകാശമാക്കി മാറ്റാൻ പറയും.
അതായത് കാര്യം ഔദാര്യം കൊടുക്കാനല്ല ദൈവത്തിന് ഇഷ്ടം. അവൾ വിജാതീയരാണെന്നൊക്കെ പറയുന്ന മാനുഷ്യമായ വർത്തമാനം ദൈവത്തിൻ്റെ മുമ്പിൽ യഹൂദനും മകൻ അവളും മകളാണ്. നാട്ടിൽ വിജാതീയരൊക്കെ പറയുന്നില്ല, ദൈവം ഇത് പറയത്തില്ല. അവിടെയാണ് വിഷയം. ദൈവം അത് പറയത്തില്ല. കാരണം രണ്ടും ദൈവമല്ല എല്ലാത്തിനും സൃഷ്ടിച്ചത്. അത് കാരണം ദൈവമൊന്നും വിജാതീയരാണെന്ന് സജാതീയരാണെന്ന് ഒന്നും പറയത്തില്ല. അവൾ വിജാതി എന്ന രീതിയിൽ കെഞ്ചി സഹായിക്കാൻ പറ്റുമെങ്കിലും സഹായിക്കണം കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുകയും ഔദാര്യമായതുകൊണ്ട് ഇവളിങ്ങനെ കെഞ്ചി നിലവിളിച്ചാണ് ഇവൾ ചോദിക്കണമില്ല. അവൾ ഒരു കോൺഫിഡൻസ് അവൾക്കില്ല. അപ്പം ഔദാര്യമാണ്. അപ്പോൾ ഈശോ പറയും, മോളെ ഔദാര്യമല്ല, നീ വിജാതിയുടെ കാര്യം ശരി, അതൊക്കെ നാട്ടിൽ പറയണ വർത്തമാനമാണ്, അത് എന്നോട് പറയണ്ട. നീ അവകാശിയാണ്, നീ അവകാശത്തിൽ ചോദിക്കാൻ പറയും. അവൾക്കത് അറിയത്തില്ല. കർത്താവ് ഈ ഔദാര്യത്തിൽ നിന്ന് ഇവരുടെ പ്രാർത്ഥനയെ അവകാശത്തിലേക്ക് കൺവേർട്ട് ചെയ്യണത് അടിപൊളിയായിട്ടുള്ള ഒരു ഭയങ്കരമായ പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വിസ്മയകരമായ ഒരു കാഴ്ചയാണ്. കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല ആദ്യം ഇവളെ. കാര്യം എന്താണ്? ഇവൾ ഔദാര്യം കൈപ്പറ്റാൻ വന്നിരിക്കണല്ലേ, മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ പത്രോസ് ഇടപെടും. പത്രോസിനോട് ഇവർ പറയും, ഇവൾ മധ്യസ്ഥ പ്രാർത്ഥന വെക്കും. അമ്മയാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളിയൊന്നും നടക്കത്തില്ലായിരുന്നു. അമ്മ ഈശോയോട് പറഞ്ഞാൽ അവളെ പറഞ്ഞു വിടാൻ പറഞ്ഞാൽ പത്രോസ് പറഞ്ഞിട്ട് പത്രോസിന് മധ്യസ്ഥ പ്രാർത്ഥന അവിടെ ഏറ്റില്ല. പത്രോസ് പറഞ്ഞ, കർത്താവേ നമ്മുടെ കൂടെ ഇവളെ കരഞ്ഞ് തല്ലി വരുന്നല്ലോ, അവളെ പറഞ്ഞു വിടാൻ പറയും. അപ്പോൾ ആ മധ്യസ്ഥ പ്രാർത്ഥന ഏക്കാതെ വന്നപ്പോൾ അതിന് ഈശോ പറയണത് കുറച്ചുകൂടി കട്ടിയായ ഒരു സാധനമാണ്. എന്താ പറയണത്? അതായത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. കാര്യം ഇവളുടെ ചോദ്യം നായ്ക്കളെ പോലെയാണ്, വാല് വാട്ടി കിടന്നുകൊണ്ട് നിലയും വിളിച്ചുകൊണ്ട്. ഈശോയ്ക്ക് അത് ഇഷ്ടമില്ല. അതങ്ങനെ അവൾ ചോദിക്കാൻ ആഗ്രഹിക്കണില്ല. കാര്യം യഹൂദനായാലും അവളായാലും ഈശോയുടെ മുമ്പിൽ ഒന്നാണ്. പക്ഷേ യഹൂദന്മാർ പറയണത് ഇവരൊക്കെ വിജാതികളാണ്, പട്ടികളാണെന്ന് പറയും. ആ ഒരു മനോഭാവത്തിൽ ഈശോ പറഞ്ഞ് ചേഞ്ച് ചെയ്യ്, ഇതിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യ്. ഔദാര്യത്തിന് വേണ്ടി കെഞ്ചണ, ധർമ്മത്തിന് വേണ്ടി തെണ്ടണ സ്റ്റൈല് മാറ്റിയിട്ട് നീ അവകാശത്തോട് ചോദിക്കാൻ പറയും. അതുകൊണ്ട് ഈശോ അതിനുവേണ്ടി അവളെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടി പറയും, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കണം വിഹിതമല്ലെന്ന് പറയും. അതോടുകൂടി അപ്പോസ്തലന്മാരെല്ലാം ഐസടിച്ചു പോകും. പക്ഷേ അവളപ്പോൾ ഒരു കാര്യം, അവളത് അവകാശം പ്രഖ്യാപിക്കും. എന്താ അവകാശം പറയണത്? അവൾ പറയണത് അവകാശം. അവൾ കർത്താവേ നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നായ്ക്കുട്ടികൾ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്നത് ഭക്ഷിക്കാറുണ്ടല്ലോ. അപ്പം അവകാശമായി, യജമാനായി, ദൈവം യജമാനാണ്. ഇത് അവകാശത്തിൻ്റെ തലത്തിലേക്ക് ഇവിടെ അത് വായിച്ചുള്ളത് സുവിശേഷം 15:26-28. കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ അവള് അവകാശമാണെന്നാണ് പറയണത്. ഇപ്പം നേരത്തെ ഔദാര്യം പറഞ്ഞ ആൾ ഇപ്പം പറയണത് എന്താണ്? കർത്താവ് അവകാശമാണ്. ഞാൻ പട്ടിയാണ്, നീ യജമാനാണ് എൻ്റെ, ഞാൻ നിൻ്റെ പട്ടിക്കുഞ്ഞ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം? മേശയുടെ താഴെ വീഴണതാണ്. വീട്ടിലാണ് താമസിക്കുന്ന പട്ടി, പുറത്തല്ല. അതായത് അതുകൊണ്ട് ഞാൻ അവകാശിയാണെന്ന് പറയും. അവൾ അവകാശിയാണെന്ന് പറഞ്ഞ ഉടനെ ഈശോ പറയും, ഓമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്. അത് ഈശോ പറയണത്, ഈശോയുടെ എല്ലാ കോശങ്ങളും ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ആ സാധനം പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, നിൻ്റെ വിശ്വാസം വലുതാണ്. ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈശോ നടത്തി കഷ്ടപ്പെടുത്തിയത്. ഇവളെ പള്ളി പറഞ്ഞ് നടത്തി കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? ഈശോയ്ക്ക് ഇത് പറയണം. എന്തിന് പറയണം? ഈശോ എപ്പോഴും ടാർഗറ്റ് ചെയ്യണത് ഇതുപോലുള്ള വിശ്വാസം ഞാൻ ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ലെന്നൊക്കെ പറയുന്നതാണ്. ഇസ്രയേൽക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കോളറും വെച്ച് നടക്കുമ്പോൾ അവരെക്കാൾ സുന്ദരമായൊരു മക്കളെ കിഴക്ക് നിന്നും പടിഞ്ഞാറെന്നും അനേകം പേര് വന്ന് സ്വർഗരാജ്യത്തെ വിരുന്നനുഭവിക്കാം. രാജ്യത്തിലെ സന്തതികളെ പുറത്തുള്ള അന്ധകാരത്തേക്ക് തള്ളപ്പെടുമെന്ന്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിലൊരു വാഗ്ദാനം പ്രാപിക്കാൻ പൂർണ്ണബോധം മാത്രം പോരാ, പിന്നെന്ത് വേണം? there must be a content of suffering. എന്തെങ്കിലും ഒരു ക്ലേശത്തിൻ്റെ ഒരു കണ്ടൻറ്റ് വേണം. ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന വ്യക്തികളായാലും ശരി, അത് നിറവേറണമെങ്കിൽ
ഒരു ക്ലേശത്തിൻ്റെ കണ്ടൻറ്റ്. ഇപ്പം ഇവിടെ കാനംകാരി എങ്ങനെയാണ് നേടിയത്? വാഗ്ദാനം പ്രാപിച്ചത് എങ്ങനെയാണ്? ഒരു സഫറിങ് കണ്ടൻറ്റ് ദൈവം തന്നെ ഉണ്ടാക്കി കൊടുത്തു. എന്താ പറഞ്ഞത്? മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കുക വിഹിതമല്ല എന്ന് പറയുമ്പോൾ ആക്ഷേപങ്ങൾ കിട്ടിയ സഫറിങ് കണ്ടൻറ്റാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന സഫറിങ് ടൈമാണ്. സഫറിങ് ടൈം അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെബ്രായ ലേഖനം 10:36 വായിക്കണം. ഹെബ്രായർ 10:36. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്.